ഹലോ ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ബാച്ചുകാരുടെ സബ്ജക്റ്റ് ആയിട്ടുള്ള എക്കണോമിക്സിലെ ആ ഒരു ടോപ്പിക്ക്, ആ ഒരു ഭാഗം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രോഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ ഇതുവരെ തൊട്ടു നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തോട്ടേ പോയിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കാണുക. അപ്പം ഈ വീഡിയോയിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് വളരെ ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക, അത് പഠിക്കുക. അപ്പോൾ അങ്ങനെ പഠിക്കുവാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഭൂരിഭാഗം ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ആ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ +1 മാത്രമല്ല, SSLC-കാർക്കും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നേരത്തെ നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോസ് ഒക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലൈവ് ഒക്കെ സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ SSLC-കാർക്കും വേണ്ടി നമ്മൾ വീഡിയോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ +1-കാർക്കും, +1 നമ്മൾ മെയിനായിട്ടും കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ബാച്ചുകാർക്കാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അവർക്കും നമ്മൾ നമ്മുടെ ക്ലാസ്സസും അതുപോലെ നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു ചാനൽസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം പിന്നെ നിങ്ങൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ പോലെ തന്നെ സ്ട്രഗിൾ ചെയ്ത് ഓരോ ചാപ്റ്ററും പഠിക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഒന്ന് അവർക്ക് അയച്ചു കൊടുക്കുക. അവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി അവരും പരീക്ഷയ്ക്ക് ഒന്ന് ജയിക്കട്ടെ. അപ്പം അവർക്ക് കൂടെ ഒന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്ന ഈ ഒരു ഇൻട്രോഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലെ ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. അപ്പം ഏതൊക്കെയാണ് ഈ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് അറിയോ? വെറും 4 ക്വസ്റ്റ്യൻസ്. ഓക്കെ, വെറും 4 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പം ഈ ഒരു 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കും. അപ്പം ഈ പറയുന്ന 4 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ ഇതുവരെ ഈ ചാപ്റ്റർ പഠിച്ചിട്ടില്ലെങ്കിൽ വെറും 4 ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് നോക്കുക. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണോ അതിന്റെ ആൻസറും ഞാൻ ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എവിടുന്നും ആ ഒരു സോഴ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ലൈഡ് നോക്കി പഠിക്കുക. നിങ്ങൾക്ക് ചിലപ്പം നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ തന്നിട്ടുണ്ടാവും നോട്ട്. അപ്പം ഒന്നെങ്കിൽ അത് പഠിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇപ്പം തരുന്ന ഈ ഒരു നോട്ട് എങ്കിലും നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പം നമുക്ക് അധികം സമയം കളയാതെ നമുക്ക് നമ്മുടെ ആ ഒരു ടോപ്പിക്കിലേക്ക് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് ഇപ്പം നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇൻട്രോഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡെഫിനിഷൻ ആണ്. ഓക്കെ, ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡെഫിനിഷൻ ആണ്. വളരെ സിമ്പിൾ ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് എ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, presentation, analysis and comparison, interpretation and analysis of systematically or scientifically collected numerical data to throw some light on any sphere of inquiry. ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പം നിങ്ങൾക്ക് ചിലപ്പം നിങ്ങളുടെ എന്താ പറയുക, സ്കൂളിലൊക്കെ ഇതിനേക്കാളും ചെറുതൊക്കെ ചിലപ്പോൾ തന്നിട്ടുണ്ടോ. അപ്പം നിങ്ങൾക്ക് അതാണ് കംഫർട്ടബിൾ എങ്കിൽ ഒന്ന് പഠിക്കുക. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിളായിട്ട് മാത്രമേ ഈ ഒരു സെന്റൻസ് തന്നിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ മറ്റേ നിങ്ങളുടെ സ്കൂളിലെ ആണെങ്കിൽ നിങ്ങൾ അത് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിക്കുക. ഇത് പഠിച്ചാലും മാർക്കൊന്നും കുറയത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കംഫർട്ടബിൾ ഏതാണോ അത് പഠിക്കുക. അപ്പം ഇതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത്, പിന്നെ കുറച്ച് വാക്കുകളാണ്, കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, പ്രസന്റേഷൻ, കമ്പാരിസൺ, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് അനാലിസിസ്. ഇതൊക്കെ പഠിക്കാൻ ഒന്നുമില്ല. നമ്മളിപ്പം ഒന്നാമത്തെ പാഠം പോട്ടെ, 2, 3, 4 പാഠം നോക്കുക. അതിന്റെ ഒക്കെ പേരാണ് ജസ്റ്റ് ഒന്ന് കൊടുത്തിരിക്കുന്നത്. കളക്ഷൻ ഓഫ് ഡാറ്റ, അതാണ് രണ്ടാമത്തെ പാഠം. അതിന്റെ പേരാണ് കളക്ഷൻ. അതുപോലെ ഓർഗനൈസേഷൻ, പ്രസന്റേഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഇതിന്റെ പേരായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിന്റെ ആയിട്ട് കൂടുതൽ ഇട്ട് കുഴക്കേണ്ട കാര്യമില്ല. പിന്നെ അനാലിസിസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി ഒരു സയന്റിഫിക്കലി കളക്ടഡ് ന്യൂമറിക്കൽ ഡാറ്റ ടു ത്രോ സം ലൈറ്റ് ഓൺ എനി സ്പിയർ ഓഫ് ഇൻക്വയറി. ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത് പഠിച്ചാൽ, ഈ ഒരു സംഭവം പഠിച്ചാൽ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്നറിയോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മീനിങ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ആദ്യം നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡെഫിനിഷൻ അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇപ്പം നമ്മൾ പറയുന്നത് അതിന്റെ മീനിങ് ആണ്. അപ്പൊ രണ്ടാണ്. മീനിങ് ചോദിക്കുമ്പോൾ ഡെഫിനിഷൻ ചെയ്താൽ ചിലപ്പോൾ മാർക്ക് കുറയും. ഓക്കെ, അപ്പൊ മീനിങ് എന്താന്ന് നോക്കുക. ദ വേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് യൂസ്ഡ് ഇൻ 2 സെൻസസ്. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന
വേർഡിന്റെ മീനിങ് രണ്ട് സെൻസസിൽ നമുക്ക് പറയാം. ഒന്നെന്ന് പറയുന്നത് സിംഗുലർ സെൻസും ഒന്നെന്ന് പറയുന്നത് പ്ലൂറൽ സെൻസും. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് സിംഗുലർ സെൻസിലും പറയാം, അതുപോലെ പ്ലൂറൽ സെൻസിലും പറയാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മീനിങ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ രണ്ട് രീതിയിലും എഴുതണം, എന്നാൽ മാത്രമേ മാർക്ക് കിട്ടൂ. ഓക്കെ, ഇതാണ് നമ്മുടെ സിംഗുലർ സെൻസും പ്ലൂറൽ സെൻസും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെഫിനിഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു മീനിങ് എഴുതാൻ പറ്റും. പക്ഷേ ഇത് രണ്ടും രണ്ട് രീതിയിൽ എഴുതണം. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ പാരാഗ്രാഫിൽ അല്ലെങ്കിൽ ഒറ്റ സെന്റൻസിൽ എഴുതുമ്പോൾ ഈ ഒരു മീനിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ പറഞ്ഞ ഈ ഒരു സാധനം രണ്ട് സെൻസിലുണ്ടെന്ന് എഴുതിയിട്ട് അത് രണ്ട് പാർട്ടാക്കി ഒന്ന് എഴുതിയാൽ മീനിങ് ആയി. ഓക്കെ, സിംഗുലർ സെൻസ് എന്താന്ന് നോക്കുക. സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് എ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, പ്രസന്റേഷൻ, കമ്പാരിസൺ, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ. അത് തന്നെയാണ് നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് എ സയൻസ്. ഓക്കെ, നമ്മുടെ ആ ഒരു സിംഗുലർ സെൻസ് തുടങ്ങുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് എ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, പ്രസന്റേഷൻ, കമ്പാരിസൺ, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് അനാലിസിസ് ഓഫ്. ഇവിടെ അനാലിസിസ് വരെയാണ് നമ്മുടെ ആ ഒരു സിംഗുലർ സെൻസ് വരുന്നത്. പ്ലൂറൽ സെൻസ് വരുന്നത് താഴത്തെ സിസ്റ്റമാറ്റിക്കലി ഒരു സയന്റിഫിക്കലി കളക്റ്റഡ് ന്യൂമറിക്കൽ ഡേറ്റ, അതാണ് നമ്മുടെ പ്ലൂറൽ സെൻസിൽ വരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഡെഫിനിഷനിൽ തന്നെ നമുക്ക് മീനിങ് ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് സയന്റിഫിക്കലി ഓർ സിസ്റ്റമാറ്റിക്കലി ഓർ സയന്റിഫിക്കലി കളക്റ്റഡ് ന്യൂമറിക്കൽ ഡേറ്റ, അതാണ് പ്ലൂറൽ സെൻസ്. ഓക്കെ ഓക്കെ, അപ്പം നിങ്ങൾക്ക് മീനിങ് ഡെഫിനിഷൻ പഠിച്ചാൽ മീനിങ് പഠിക്കാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത് രണ്ടും കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ക്വാളിറ്റേറ്റീവ് ഡാറ്റയും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നമ്പേഴ്സ് കൊണ്ട് നമുക്ക് മെഷർ ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് quantitative data. Data that can be measured in terms of numbers is known as quantitative data. അപ്പം അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻകം ഉണ്ട്, അതുപോലെ ഏജ്, ഹൈറ്റ്, വെയിറ്റ് എക്സെട്ര. നമുക്ക് നമ്മുടെ ഏജ് ഒക്കെ നമുക്ക് നമ്പർ വെച്ച് പറയാം. ഹൈറ്റ് എനിക്കിപ്പം 160 സെന്റിമീറ്റർ ഉണ്ട്, 150 സെന്റിമീറ്റർ ഉണ്ട്, അങ്ങനെ നമുക്ക് നമ്പർ വെച്ച് പറയാം. വെയിറ്റ് എനിക്കിപ്പോൾ 62 കിലോ ഉണ്ട്, 42 കിലോ ഉണ്ട്, അങ്ങനെ നമുക്ക് വെയിറ്റ് നമ്പർ വെച്ച് പറയാം. അപ്പം അങ്ങനെ നമ്പർ വെച്ച് പറയാൻ പറ്റുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. പിന്നെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ നമുക്ക് നമ്പർ വെച്ച് പറയാൻ പറ്റാത്ത ഡാറ്റ ദാറ്റ് ക്യാൻ ബി മെഷർഡ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്. ഡാറ്റ ദാറ്റ് കനോട്ട് ബി മെഷർഡ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് ആണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. അപ്പം അതിന്റെ എക്സാമ്പിൾ ബ്യൂട്ടി നമുക്ക് ഇങ്ങനെ നമ്പർ വെച്ച് പറയാൻ പറ്റത്തില്ല. 2 ബ്യൂട്ടി 3 ബ്യൂട്ടി നമുക്ക് അങ്ങനെ നമ്പർ വെച്ച് പറയാൻ പറ്റത്തില്ല. അതുപോലെ കളർ ഓഫ് സ്കിൻ, നമ്മുടെ സ്കിന്നിന്റെ കളർ അങ്ങനെ പറയാൻ പറ്റത്തില്ല. പിന്നെ സെക്സ്, നമ്മുടെ എന്താ പറയുക, ലിംഗം ആണാണോ പെണ്ണാണോ എന്ന് പറയുന്നതാണ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ വരുന്നതാണ്. പിന്നെ അതുപോലെ ഇന്റലിജൻസ്, നമ്മുടെ ബുദ്ധി, അത് നമുക്ക് നമ്പർ വെച്ച് അളക്കാൻ പറ്റത്തില്ല. അപ്പം ഇതെല്ലാമാണ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്പർ വെച്ച് അളക്കാൻ പറ്റുന്നതും ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്പർ വെച്ച് അളക്കാൻ പറ്റാത്തതും. അപ്പം ഇത് ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചിലപ്പം ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് തിരിഞ്ഞു പോകും. അപ്പം തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓർത്തു വെക്കുന്ന ട്രിക്കാണ്. നിങ്ങൾക്ക് വർക്ക് ആവുമെന്ന് അറിയത്തില്ല. വർക്ക് ആവുമെങ്കിൽ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് രണ്ടിന്റെ സ്പെല്ലിംഗ് അറിഞ്ഞിരിക്കുക. അപ്പം സ്പെല്ലിംഗ് ഏറ്റവും കൂടുതലുള്ളതാണ് നമ്പർ വെച്ച് അളക്കാൻ പറ്റുന്നത്, സ്പെല്ലിംഗ് ഏറ്റവും കുറവുള്ളത് നമ്പർ വെച്ച് അളക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ് ഞാൻ ഓർത്ത് വെക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആണ് സ്പെല്ലിംഗ് കൂടുതൽ, അപ്പം സ്പെല്ലിംഗ് കൂടുതൽ നമ്പർ ഉള്ളത്, സ്പെല്ലിംഗ് കുറവ് നമ്പർ ഇല്ലാത്ത, അങ്ങനെയാണ് ഞാൻ ഓർത്ത് വെക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ഏതാണോ അങ്ങനെ നോക്കുക. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു നോക്കുക. നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒന്ന് പഠിക്കാനുള്ളത് എന്ന് പറയുന്നത്. അപ്പം അല്ലാതെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാൻ തന്നെ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ ഞാൻ പറഞ്ഞത്. നാലാമത്തെ ഞാൻ പറയുന്നത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് ആണ് കുറച്ചെങ്കിലും ഒന്ന് പഠിക്കാറുണ്ട് എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, അപ്പം ഞാൻ അവിടെ ഒരു 6 പോയിന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള പോയിന്റ്സ് ആണ്. ആ ഒരു ടെക്സ്റ്റിലുള്ള പോയിന്റ്സ് ഞാനൊന്ന് എന്താ പറയുക, ഒന്ന് നോക്കി ഒന്ന് ചുരുക്കി ഞാൻ ഒരു 6 പോയിന്റ് ആക്കിയിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലും ചെറിയ പോയിന്റ് വേണം നിങ്ങൾക്ക് ടെസ്റ്റ് വായിച്ചാൽ കിട്ടും. അപ്പൊ ഞാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് ഈ ഒരു 6 പോയിന്റ് ആണ്, 6 കൂടുതൽ പോയിന്റ് ടെസ്റ്റിലുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാനുള്ള പാകത്തിന് ഞാൻ ഈ ഒരു 6 പോയിന്റ് മാത്രമേ ഈ ഒരു സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നിങ്ങൾ ഈ ഒരു 6-ല് ഏതെങ്കിലും ഒരു 4 പോയിന്റ് നിങ്ങൾ പഠിച്ചാൽ മതി. ഒരു 4 അല്ലെങ്കിൽ ഒരു 5 പോയിന്റ് നിങ്ങൾ പഠിച്ചാൽ മതി. ഫസ്റ്റത്തെ പോയിന്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് എക്കണോമിക് പ്രോബ്ലംസ്. നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രോബ്ലംസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗപ്പെടുത്താറുണ്ട്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ആൻ ഇൻഡിസ്പെൻസിബിൾ ടൂൾ ഫോർ എക്കണോമിസ്റ്റ്. എക്കണോമിസ്റ്റിനെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ടൂളാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്സ് ഇൻ കണ്ടൻസിങ് ദ മാസ് ഡേറ്റ. സ്റ്റാറ്റിസ്റ്റിക്സ് helps to find the relationship between different economic variables. Statistics helps in comparison, simplifies the complexity of data. ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻസ്. നിങ്ങൾക്ക് ഇതിലും
നിങ്ങൾക്ക് ഇതൊന്നും പഠിക്കാൻ പറ്റത്തില്ല, വേറെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നിങ്ങൾ ആ ഒരു ടെസ്റ്റ് വായിച്ചാൽ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് വായിക്കാൻ കുറേ പേർക്ക് മടിയായത് കൊണ്ടാണ് ഞാൻ ആ ഒരു ടെസ്റ്റിലുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ ഇവിടെ സ്ലൈഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടെസ്റ്റ് വായിക്കാൻ മടിയുള്ളവർക്ക് ഈ ഒരു പോയിന്റ് പഠിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് അല്ല ഈ ഒരു പോയിന്റ് പഠിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ടെസ്റ്റ് വായിച്ചു നോക്കുക. ഇതിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതായിട്ടുള്ള പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പഠിക്കുക. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു 4 പോയിന്റ് ഈ ഒരു 4 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മിനിമം പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇപ്പം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു 3 മുതൽ 5 മാർക്ക് വരെയാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കല്ല, ഈ ഒരു ക്വസ്റ്റ്യൻസ് എങ്കിലും പഠിക്കണം. ഈ ഒരു ഞാൻ പറഞ്ഞ 4 ക്വസ്റ്റ്യൻസ് എങ്കിലും പഠിക്കുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ ബൈ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തേക്കാം. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.